യഥാർത്ഥത്തിൽ ഇപ്പോൾ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏക ആപ്ലിക്കേഷൻ ESI IP വാർഡുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതെല്ലാം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആരംഭിക്കുന്നത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടും, എന്നാൽ എനിക്ക് അതിനേക്കാളും അപ്പുറത്ത് ഓൾ ഇന്ത്യ ലെവൽ ഇതിനേക്കാളും ഫീസ് കുറഞ്ഞ് ഇതിനേക്കാളും പ്രൊഫഷണൽ രീതിയിൽ ഏറ്റവും നല്ലൊരു കോളേജിൽ പഠിക്കാൻ കിട്ടുമെങ്കിൽ അതും സാധ്യതകൾ നോക്കേണ്ടതില്ല. ജിപ്മർ, ESI, AFMC, ഡീംഡ് മെഡിക്കൽ കോളേജ്, ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പാണ്. ഇതിനെല്ലാം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് എന്ന് പറയും. MCC.nic.in ഈ വെബ്സൈറ്റ് വഴിയാണ് ഇതിന്റെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കേണ്ടത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 95ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ. ശിവൻ സാർ, തീർച്ചയായിട്ടും നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നത് അഡ്മിഷൻ്റെ കാര്യങ്ങളായിരിക്കും, പ്രവേശന നടപടികൾ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഈ വാരം എപ്പിസോഡിൽ നമുക്ക് ആ ഒരു അഡ്മിഷൻ സാധ്യതകളെ കുറിച്ചൊക്കെ നമുക്ക് കാരണം നമുക്കറിയാം, ഒരു റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും കേരള മെഡിക്കൽ റാങ്കിൻ്റെയും രണ്ട് സ്ഥലത്തെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവിധ വെബ്സൈറ്റുകളിൽ നമ്മൾ പ്രിഫറൻസ് ഓർഡർ കൊടുക്കാനായിട്ടുണ്ട്. അതിലും ധാരാളം നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യം നമ്മൾ അപേക്ഷകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടം നമ്മൾ മെയ് 5-ാം തീയതി പരീക്ഷ എഴുതുന്ന തിരക്കിലായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ ഘട്ടം അലോട്ട്മെൻറ്റ് ഘട്ടം, പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കേണ്ടതിൻ്റെ ഘട്ടത്തിലൂടെയാണ് ഇനിയുള്ള മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. ഓഗസ്റ്റ് പകുതിയോട് ശേഷമായിരിക്കും ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയും അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളൊക്കെ ആരംഭിക്കുകയും സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച ക്ലാസ്സുകൾ ആരംഭിക്കുകയൊക്കെ ആയിരിക്കും ഒരു മെഡിക്കൽ കോളേജുകൾ സംഭവിക്കാനിരിക്കുന്നത്. അലൈഡ് കോഴ്സുകളെല്ലാം സെപ്റ്റംബർ അവസാനത്തോടു കൂടിയായിരിക്കും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സർ, അതുപോലെ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് വരുന്നത് വരെ ഇപ്പോൾ നമുക്കറിയാം, എനിക്കൊന്ന് ജൂൺ 14-ാം തീയതിയോടുകൂടി വിദ്യാർത്ഥികൾക്ക് അത് അറിയാൻ സാധിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് വിദ്യാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എല്ലാ കോണുകളിൽ നിന്നും നമുക്കറിയാം, നീറ്റ് 2024 അപഗ്രഥിക്കുമ്പോൾ മാർക്കുകളുടെ ഒരു റേഞ്ചിനെ കുറിച്ച്, അല്ല കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെ ധാരാളം വാർത്തകൾ വെളിയിൽ വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എയിംസുകളിൽ അല്ലെ ഓൾ ഇന്ത്യ കോട്ട, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ്, ഗവൺമെൻറ് MBBS സീറ്റുകൾ എന്നുള്ളതാണ് ഏതൊരു മെഡിക്കൽ ആസ്പിരൻ്റെയും ആകാംക്ഷ. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്തോ കേരളത്തിന് പുറത്തോ മറ്റേത് സംസ്ഥാനങ്ങളിലാണെങ്കിലും, ഈവൻ ത്രിപുരയോ മേഘാലയോ നാഗാലാൻഡോ ജമ്മു കാശ്മീരിലോ എവിടെയാണെങ്കിലും ഒരു MBBS സീറ്റ് കരസ്ഥമാക്കുന്നതിനുള്ള വഴികളാണ് എല്ലാവരും ചോദിക്കുന്നത്. അതല്ലെങ്കിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജിന് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടി കുറഞ്ഞ ഫീസ് ഘടനയിലോ ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്ത് MBBSന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റുകൾ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാ പേരൻസും ആകാംക്ഷയോടെ അന്വേഷിക്കുന്നത്. അപ്പം അത് സംബന്ധിച്ച് എവിടെയെങ്കിലും നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒക്കെ ഒരു ഗവൺമെൻറ് കോളേജുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ, എയിംസുകളിലോ ജിപ്മറുകളിലോ ചെയ്യണമെങ്കിൽ അതാത് വെബ്സൈറ്റുകൾ വഴി ചെയ്യണമോ, AFMCയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏക ആപ്ലിക്കേഷൻ ESI IP വാർഡുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. രാജ്യത്തെ 11 ESI മെഡിക്കൽ കോളേജുകൾക്ക് ESI ഇൻഷുർഡ് പേഴ്സൺ ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന 456 MBBS സീറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് esic.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ നടക്കുന്നത്. മെയ് 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അച്ഛനോ അമ്മയോ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുകയും 21,000 രൂപയിൽ താഴെ ശമ്പളം മേടിക്കുകയും 2023 സെപ്റ്റംബർ 30-നെങ്കിലും ESIയുടെ മെമ്പർ ആവുകയും ചെയ്ത പേരൻസിൻ്റെ മക്കൾക്കാണ് ESI IP വാർഡ് വഴി ഇന്ത്യയിൽ എവിടെയെങ്കിലും 11 മെഡിക്കൽ കോളേജുകളിൽ എവിടെയെങ്കിലും ഒരു MBBS സീറ്റ് 24,000 രൂപ വാർഷിക ഫീസിൽ ലഭിക്കുന്നത്. അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമാണ് നടക്കുന്നത്. മറ്റ് മെഡിക്കലിൻ്റെയും മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെയും യാതൊരുവിധ ആപ്ലിക്കേഷനുകളും ഇപ്പോൾ നടക്കുന്നില്ല. ജൂൺ ആദ്യത്തെ ആഴ്ച, ജൂൺ 5-ാം തീയതിയോ 6-ാം തീയതിയോ ആകുമ്പോഴേക്കും കുട്ടികളുടെ OMR ഷീറ്റും
NTA ഒഫീഷ്യൽ ആൻസർ കീയും പബ്ലിഷ് ചെയ്യും. അത് നമുക്ക് ചെക്ക് ചെയ്യുവാനും ആവശ്യമുള്ള കറക്ഷനുകൾ വരുത്തുവാനുമായിട്ടും ഒക്കെ 2 ദിവസം അനുവദിക്കും. അതിനുശേഷം ജൂൺ 14 ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കും. ആ ഓൾ ഇന്ത്യ റാങ്കിൽ നിന്ന് നമുക്ക് നീറ്റിന് കിട്ടിയ മാർക്കും ഓൾ ഇന്ത്യ ലെവലിലുള്ള ഓൾ ഇന്ത്യ റാങ്ക് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോഴും നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് അറിയാൻ സാധിക്കുന്നില്ല. വീണ്ടും നമ്മൾ കേരളയുടെ വെബ്സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും എൻ്റർ ചെയ്ത് നീറ്റിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് ആ മാർക്ക് മാത്രം ഇങ്ങ് എടുത്തുകൊണ്ട് ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. അപ്പം ഒരു വിദ്യാർത്ഥിക്ക് 2 റാങ്കായി. ഒന്ന് കേരള റാങ്ക്, മറ്റൊന്ന് ഓൾ ഇന്ത്യ റാങ്ക്. 2 സ്ഥലത്തെയും ലഭിക്കുന്ന റിസർവേഷനുകൾ അനുസരിച്ച്, മൈനോറിറ്റി സ്റ്റാറ്റസുകൾ അനുസരിച്ച്, നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്കൊക്കെ അനുസരിച്ച് പിന്നീടാണ് പ്രിഫറൻസ് തയ്യാറാക്കുന്നത്. അതായത് ജൂലൈ 10 ആയിരിക്കാം അലോട്ട്മെൻറ്റ് പ്രക്രിയകളിലേക്ക് കടക്കുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ വർഷം ഒരുമിച്ച് വിവിധ സ്റ്റേറ്റുകളുടെയും ഓൾ ഇന്ത്യ തലത്തിലുള്ള കൗൺസിലിംഗ് ഒരുമിച്ച് നടത്തുന്നു എന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നെങ്കിലും അതിൻ്റെ നടപടികളിലേക്ക് കടന്നു എന്നുള്ളത് ഇതുവരെ വ്യക്തമാകുന്നില്ല. നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത് 2023 പോലെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 4 ഘട്ടങ്ങൾ, കേരളത്തിലെ അലോട്ട്മെൻറ്റുകൾ 4 ഘട്ടങ്ങൾ എന്നിവയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി അതിനപ്പുറത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ, മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ വെബ്സൈറ്റുകൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. മറ്റുള്ള സ്റ്റേറ്റുകളിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 10 ലക്ഷത്തിനോ 15 ലക്ഷത്തിനോ 17 ലക്ഷത്തിനോ MBBS സീറ്റ് വേണമെങ്കിലാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ആപ്ലിക്കേഷനും ജൂൺ മാസത്തോടുകൂടി നടക്കും. കർണാടകത്തിൻ്റെ സൈറ്റിൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റ് ജോൺസിലോ ഫാദർ മുള്ളറിലോ കർണാടകത്തിലെ മറ്റ് സെൽഫ് ഫിനാൻസിങ് MBBSനോ വേണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് ഇതുവഴിയും ഓപ്പൺ ആയിട്ടില്ല. അത് ജൂണിൽ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ CMC വെല്ലൂർ കിട്ടണമെങ്കിൽ, അല്ലെ PSTയിൽ കിട്ടണമെങ്കിൽ, അല്ലെ തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് അവിടുത്തെ സ്റ്റേറ്റ് കോട്ടയിൽ കിട്ടണമെങ്കിലൊക്കെ TN മെഡിക്കൽ സെലക്ഷൻ ജൂണിലാണ് നമ്മൾ അപ്ലൈ തന്നെ ചെയ്യേണ്ടത്. അതുപോലെ ഓരോ സ്റ്റേറ്റുകളിലും അതാത് സ്റ്റേറ്റിൻ്റെ എലിജിബിലിറ്റി ഉള്ളവർക്കും നമുക്ക് അവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 15%, ഒരു 10 ലക്ഷം 15 ലക്ഷം രൂപ വാർഷിക ഫീസിലുള്ളത് മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതെല്ലാം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റേറ്റിൻ്റെയും ആപ്ലിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ ജൂൺ 14 റിസൾട്ട് വരുന്നു, ഓൾ ഇന്ത്യ റാങ്ക് വരുന്നു. ജൂലൈയിൽ കേരള മെഡിക്കൽ റാങ്ക് വന്നതിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് പ്രക്രിയകളിലേക്ക് നമ്മൾ കടക്കുന്നത്. സർ, അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വിദ്യാർത്ഥിക്ക് ഒരു സംശയം കൂടി ഉണ്ടാവുക, പ്രിഫറൻസ് ഓർഡർ എങ്ങനെ ആയിരിക്കണം തയ്യാറാക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് പറഞ്ഞു? തീർച്ചയായിട്ടും. കാരണം ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് നമുക്ക് എന്താണ് ഇത്രയധികം കോളേജുകളുണ്ട് നമ്മൾ പറഞ്ഞു. എയിംസിന് 20 കോളേജുകളുണ്ട്, ജിപ്മറിന് 2 കോളേജുകളുണ്ട്, ESIക്ക് 11 കോളേജുകളുണ്ട്, AFMC ഉണ്ട്, ഓൾ ഇന്ത്യ കോട്ടയിൽ 360 കോളേജുകളുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കേണ്ടത്? ഇനി കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളുടെയും സ്വകാര്യ കോളേജുകളുടെയും ഒക്കെ സാധ്യതകളുണ്ട്. കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജുകളുടെ അഗ്രികൾച്ചർ അലൈഡ് കോഴ്സുകളുടെ സാധ്യതകളുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മെഡിക്കലിൻ്റെ സാധ്യതകളുണ്ട്. അപ്പം ആദ്യം തയ്യാറാക്കേണ്ടത് നമ്മളുടെ ഒരു സ്വന്തം പ്രിഫറൻസ് ഓർഡറാണ്. നമ്മൾക്ക് ഇത്തവണ MBBSനായിട്ട് നാം എത്ര രൂപ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പ്രിഫറൻസിൽ വെക്കുന്നത്? നമുക്കൊരു ഗവൺമെൻറ് കോളേജാണ് നമ്മൾ ഒന്നാമത്തെ പ്രിഫറൻസ് എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. അതെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യാനാണോ? അല്ല, നാം തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മളൊരു പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുകയാണ്. അത് കൊടുക്കേണ്ടത് വിവിധ വെബ്സൈറ്റ് വഴി തന്നെയാണ്. ഒരു വെബ്സൈറ്റിൽ എല്ലാം കൂടെ നമുക്ക് കൊടുക്കാനാവില്ല, വിവിധ വെബ്സൈറ്റ് വഴി തന്നെ കൊടുക്കണം. പക്ഷേ അതിനു മുമ്പ് നാം എന്തിന് പോകണം എന്നുള്ളതിന് നമുക്കൊരു പ്രിഫറൻസ് ഓർഡർ വേണം. ഇപ്പം നമ്മുടെ ജൂൺ 14 ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ ഒരു 25,000 ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന വിദ്യാർത്ഥിക്ക് അറിയാം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടും, ഉറപ്പാണ്. ഒന്നുകിൽ കേരളത്തിൽ കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉറപ്പായിട്ടും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുമെന്ന് അറിയാം. ആ റാങ്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കിയാൽ മതി. കാരണം പിന്നീട് നമുക്ക് ധാരാളം സമയമുണ്ട്, 2 മാസക്കാലം പിന്നെയും സമയമുണ്ട് നമുക്ക് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട്. ഈവൻ നമുക്കൊരു ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് സാവകാശം ലഭിക്കും. സ്വകാര്യ മേഖലയ്ക്ക് വേണമെങ്കിൽ 8 ലക്ഷവും 10 ലക്ഷവും ഒക്കെ നമ്മൾ കരുതേണ്ടതില്ലേ? അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് സാവകാശം കിട്ടും. അപ്പം ഒരു പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കേണ്ട എന്താണെങ്കിലും ഇപ്പം നമ്മൾ റാങ്ക് വരുന്നതിന് മുമ്പ് നമ്മളുടെ താല്പര്യം എന്താണെന്നുള്ളത് നമ്മൾ എങ്ങും കൊടുക്കേണ്ടതില്ല. ഒരു കോളേജിൻ്റെയും ഓപ്ഷൻ കൊടുക്കേണ്ടതില്ല. റാങ്കുകൾ രണ്ടും
അതാത് സ്റ്റേറ്റുകളുടെ റാങ്കും ഓൾ ഇന്ത്യ റാങ്കും വന്നതിന് ശേഷം മാത്രമാണ് നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടും. അപ്പോൾ കേരളത്തിൽ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി അവിടെ ഓക്കെ ആണ്, കേരളത്തിൽ തന്നെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടി. അപ്പോൾ നമ്മളത് ഒരു വിഭാഗത്ത് വെക്കുന്നു, 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ. നമ്മളപ്പം എയിംസിലോട്ട് നോക്കുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 8000-ന് അടുത്തുണ്ടെങ്കിൽ നമുക്ക് എയിംസിൽ പഠിക്കാൻ സാധിക്കും. അപ്പം കേരളത്തിലെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് എയിംസ് പോലുള്ളൊരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാനാണ് നമുക്കൊരു വിദ്യാർത്ഥി താല്പര്യമെങ്കിൽ അത് നമ്മളുടെ പ്രിഫറൻസ് ആയിട്ട് മറ്റൊരു ഘടകത്തിലായിട്ട് വെക്കുന്നു. അവിടെ നമുക്ക് PGക്ക് റിസർവേഷൻ ഉണ്ട്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാം, കൃത്യമായ സമയത്ത് 4.5 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി ഹൗസ് സർവൻസി പൂർത്തിയാക്കിയിട്ട് നമുക്ക് PG പ്രവേശനം ഉൾപ്പെടെയുള്ളതിനുള്ള സാധ്യതകളുണ്ട്. അപ്പം ജിപ്മറിലും അതുപോലെ തന്നെ PG പ്രവേശനത്തിന് റിസർവേഷൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ, ഫീസ് ഏറ്റവും കുറവുള്ള ഘടനകൾ. അപ്പം ജിപ്മറിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ നമ്മൾ വെക്കുന്നു. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോളേജുകൾ, ഉദാഹരണത്തിനൊരു 10,000 ഓൾ ഇന്ത്യ റാങ്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടും, ശരിയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 10,000 കിട്ടിയെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് കേരള അലോട്ട്മെൻറ്റ് വഴി ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയും കേരളത്തിലൊരു സീറ്റ് സാധ്യതയുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. ഇതിനപ്പുറത്ത് അതിനേക്കാളും ഒക്കെ ഫീസ് കുറഞ്ഞ ഏറ്റവും പ്രൊഫഷണൽ രീതിയിലുള്ള ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള കോളേജ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ടതില്ലേ? കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടും. എന്നാൽ എനിക്ക് അതിനേക്കാളും അപ്പുറത്ത് ഓൾ ഇന്ത്യ ലെവൽ ഇതിനേക്കാളും ഫീസ് കുറഞ്ഞ് ഇതിനേക്കാളും പ്രൊഫഷണൽ രീതിയിൽ ഏറ്റവും നല്ലൊരു കോളേജിൽ പഠിക്കാൻ കിട്ടുമെങ്കിൽ അതും സാധ്യതകൾ നോക്കേണ്ടതില്ലേ? അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് കോളേജുകൾ എനിക്ക് എത്രത്തോളം കിട്ടും? നമുക്കറിയാം 25,000 വരെ നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ 10,000 വരെ അല്ല 15,000 വരെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കോളേജുകൾ കിട്ടും. മദ്രാസ് മെഡിക്കൽ കോളേജ്, സ്റ്റാൻലി, കിൽപോക്ക്, കോയമ്പത്തൂര്, മധുര, തിരുനെൽവേലി, ട്രിച്ചി, തഞ്ചാവൂര്, കന്യാകുമാരി, ഒമണ്ടുറാറ്, കർണാടകത്തിലാണെങ്കിൽ ബാംഗ്ലൂര്, മൈസൂർ, ഹസൻ, ബെൽഗാം, ഷിമോഗ, ധാരാളം മെഡിക്കൽ കോളേജുകൾ. മഹാരാഷ്ട്രയിൽ ഡൽഹി ബേസ്ഡ് കോളേജുകൾ, ലേഡി ഹാർഡിനും മൗലാനയും സഫർജംഗും ഒക്കെ പോലെയുള്ള കോളേജുകൾ അവിടെ ധാരാളമുണ്ട്. അപ്പം ഇതിനെന്തിനാണ് നമ്മളുടെ പ്രിഫറൻസ് എന്നുള്ളതാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. സാർ ഇപ്പോൾ പറയേണ്ട 25,000 റാങ്കിനുള്ളിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഗവൺമെന്റ് സീറ്റ് ഉറപ്പാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 5 വർഷങ്ങളിലെ അലോട്ട്മെന്റുകളുടെ ഒരു പ്രക്രിയ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ടൊരു ചെറിയ വ്യത്യാസം എപ്പോഴും കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 23,700 വരെയാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടിയത്. ഇത്തവണ ഏതാണ്ട് സീറ്റുകളുടെ വർധനമൊക്കെ അനുസരിച്ച് 25,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും, ആന്ധ്രയോ തെലുങ്കാനയോ ബംഗാളോ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. സാർ, ഇപ്പോൾ 25,000-ന് ശേഷം റാങ്കുകളുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് സെൽഫ് ഫിനാൻസിങ് മാത്രം നോക്കിയാൽ മതി എന്നുള്ള അതൊരു തെറ്റായ ധാരണയാണ്. സാർ ചോദിച്ചത് വളരെ വ്യക്തമാണ്. കാരണം ചിലരെ സംബന്ധിച്ചോളം അങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് റാങ്ക് 25,000 ഉള്ളവർ മാത്രമേ ഗവൺമെന്റിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇല്ല. നീറ്റ് ക്വാളിഫൈ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിക്കും അവനവൻ്റെ പോർട്ടലിൽ വരുന്ന മുഴുവൻ ഓപ്ഷനും കൊടുക്കാനുള്ള അവകാശമുണ്ട്. അപ്പം നമ്മളുടെ റാങ്ക് 10,000, 25,000, 1,00,000 അല്ലെങ്കിൽ 50,000, 70,000 നമ്മളുടെ റാങ്ക് എത്രയും ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കാൻ, ഓപ്ഷൻ കൊടുക്കാൻ ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. അപ്പം ചിലർക്കെങ്കിലും ഒരു പേടിയുണ്ട്, എൻ്റെ റാങ്ക് 30,000 റാങ്കാണ്, അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ് കോളേജുകൾ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഞാൻ സ്വകാര്യ കോളേജ് വെച്ചാൽ എനിക്ക് കിട്ടാതിരിക്കുമോ എന്നുള്ളത്. ഇല്ല, നമ്മളുടെ റാങ്ക് വരുമ്പോൾ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ മുഴുവൻ നോക്കി നമുക്കൊരു സീറ്റ് തന്നിട്ട് മാത്രമേ നമ്മളുടെ തൊട്ടടുത്ത റാങ്കുകാരൻ്റെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. അയാളൊരു അഗ്രികൾച്ചർ എടുത്ത് ആദ്യം വെച്ചെന്നോ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആദ്യം വെച്ചെന്നോ പറഞ്ഞാൽ അയാൾക്ക് ആദ്യം കൊടുക്കില്ല. നമുക്ക് തന്നിട്ടേ അയാളുടെ റാങ്ക് തൊട്ടടുത്തയാളുടെ താഴെയുള്ളയാളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഒരു കാരണവശാലും നമുക്ക് സെൽഫ് ഫിനാൻസിങ് മാത്രം അങ്ങനെ പ്രിഫറൻസ് എടുക്കുകയും ചെയ്യരുത്. കാരണം വലിയ മാറ്റങ്ങൾ വന്നേക്കാം. 26,000, 27,000, 30,000, 40,000, 45,000 റാങ്ക് വരെയൊക്കെ ഉള്ളവർ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ ഗവൺമെൻറ് മേഖലയിലെ ഓപ്ഷൻസുകൾ നോക്കണം. ഏറ്റവും മാക്സിമം ഓപ്ഷൻസ് നോക്കണം. ആദ്യത്തെ അലോട്ട്മെൻറ്റുകളിൽ തന്നെ നോക്കണം. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴിയൊക്കെ ഓപ്ഷൻ എടുക്കാനായിട്ട് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞത് സാധ്യതകൾക്കനുസരിച്ച് നമ്മൾ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ഇന്നയാൾ ഇന്ന ഓപ്ഷൻ മാത്രമേ വെക്കാവുള്ളൂ എന്ന് ഒരിക്കലും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയില്ല. 10,000 വരെയുള്ളവർക്ക് ഇന്ന കോളേജ് മാത്രം, 20,000 വരെ, അങ്ങനെയൊന്നുമില്ല. നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവനവൻ്റെ പോർട്ടലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന
മുഴുവൻ ഓപ്ഷനും വെക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. അപ്പോൾ സാറ് ചോദിച്ചതുപോലെ 25,000 അപ്പുറത്തുള്ള ആൾ, പക്ഷേ അവിടെ നമ്മുടെ സാധ്യതകൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. എനിക്കിനി ഇതിന് ശേഷം സെൽഫ് ഫിനാൻസിങ് കൂടെ നോക്കിയാലേ MBBSന് സാധ്യത മിക്കവാറും ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാൻ അതും കരുതണം. അപ്പം അവിടെ നമ്മൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ MBBSൻ്റെ സാധ്യതകളിൽ നാം എത്രത്തോളവും ട്യൂഷൻ ഫീസ് കൊടുക്കാനായിട്ട് സജ്ജരാണ്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് ചാൻസിലാണെങ്കിലും സെക്കൻഡ് ചാൻസ് റിപ്പീറ്ററൊക്കെ ആണെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ എടുക്കണമെന്നേ നമ്മൾ പറയുകയുള്ളൂ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് മേഖലയിൽ മാത്രമേ പഠിച്ചാലേ ഒരു MBBS പ്രൊഫഷണൽ ആവുമെന്ന് ഒരിടത്തും ഒരു നിയമമില്ല. ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്തുകൊണ്ട്, ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിക്കൊണ്ട്, ഏറ്റവും നല്ല രീതിയിൽ PGക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതകളൊക്കെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലാണ് സാധ്യത കൂടുതൽ. എങ്ങനെ തിരിച്ചറിയാം? ഓരോ സർവകലാശാലയുടെയും റിസൾട്ട് നോക്കിക്കൊള്ളൂ. കേരള ആരോഗ്യ സർവകലാശാലയിൽ ഗവൺമെൻറ് കോളേജുകളും സ്വകാര്യ കോളേജുകളുമുണ്ട്. മറ്റുള്ള തമിഴ്നാട്ടിലെയോ കർണാടകത്തിലെയോ ഒക്കെ കോളേജുകളുടെ യൂണിവേഴ്സിറ്റി കോളേജുകൾ നോക്കിക്കോളൂ. അവിടെ സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ റാങ്ക് കിട്ടാതിരുന്നിട്ടില്ല, PG സെലക്ഷൻ കിട്ടാതിരുന്നിട്ടില്ല. ഏറ്റവും നന്നായിട്ടുള്ള പഠനശീലങ്ങൾ എല്ലാ കോളേജുകളിലുമുണ്ട്. അപ്പം നമ്മളെപ്പോഴും കുട്ടികളോട് പറയുന്നത്, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പഠിക്കില്ല എന്നൊരു തീരുമാനം ഒരു കാരണവശാലും നല്ലതല്ല. നമുക്ക് ഫസ്റ്റ് ചാൻസിലാണെങ്കിലും സെക്കൻഡ് ചാൻസിലാണെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും റിപ്പീറ്റ് ആണെങ്കിലും അങ്ങനെ ഒരു സീറ്റ് കിട്ടാനുള്ള ഒരു അർഹത ഉണ്ടെങ്കിൽ, ഒരു സീറ്റ് കിട്ടുമെങ്കിൽ എടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ എടുത്ത് ഏറ്റവും നന്നായിട്ട് പഠിച്ച്, കാരണം അവിടെയൊക്കെ ആണെങ്കിൽ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അത്രയധികം ക്ലിനിക്കിൽ തിരക്കില്ല. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ബ്രില്യൻ്റ് പഠിപ്പിക്കുന്ന പോലെ ഇരുത്തി നന്നായിട്ട് തിയറി പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് നമുക്ക് PGക്ക് വളരെ നല്ല ഗവൺമെൻറ് കോളേജിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സുകൾക്ക്, അവിടെ കോഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിൽ പ്രവേശനത്തിനുള്ള വലിയ സാധ്യതകളാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലുള്ളത്. പക്ഷേ ഫീസ് ഒരു ഘടകമാണ് അവിടെ. ആ ഫീസ് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി, ഒരു കേപ്പബിൾ ആയിരിക്കണം. ഒന്നുകിൽ നമുക്കറിയാം നമുക്ക് അത്രയും പേയ്മെൻറ്റ് അടയ്ക്കാനുള്ളൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഡെഡായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ട് തൽക്കാലം ഒന്ന് ഒരു ഇത് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് വിറ്റുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ മേഖലയിലോട്ടൊക്കെ പോകാം. അപ്പം വലിയൊരു ബാധ്യത എടുത്തു വെക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. പക്ഷേ MBBS ആണ് താല്പര്യമെങ്കിൽ, സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ പല കുട്ടികളും 90% കുട്ടികളും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പഠനം വളരെ മോശമാണ് എന്നൊരു നിലയിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാവില്ല. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലും ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും ഫോർത്ത് ഇയറിൻ്റെയും ഒക്കെ MBBSൻ്റെ റിസൾട്ടുകൾ നോക്കാം, റാങ്കുകൾ നോക്കാം, PG സെലക്ഷനുകൾ എവിടെ കൂടുതലുള്ളതെന്ന് നോക്കാം. അപ്പം ആ ധാരണ മാറ്റി വെക്കണം. നമുക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിൽ എടുക്കണം. അവിടെ നമുക്ക് ഇപ്പം 25,000 അപ്പുറത്തോട്ട് പോകുമ്പോൾ എത്രത്തോളം നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടെ നോക്കണം. എത്രത്തോളം ഫണ്ട് നമുക്ക് ഇതിനായിട്ട് മാറ്റി വെക്കാൻ സാധിക്കും. കേരളത്തിൽ 8 ലക്ഷം രൂപ ഫീസും 1.5 ലക്ഷം രൂപ നമ്മുടെ ചെലവുമാകും. ഏതാണ്ട് 9.5 ലക്ഷം രൂപ ഓരോ വർഷം അടച്ചുകൊണ്ടിരിക്കണം. ഒരുമിച്ച് 4 വർഷം അടയ്ക്കണ്ട, ഓരോ വർഷം പക്ഷേ അടയ്ക്കണം. പക്ഷേ ഫീസ് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാൻ പറ്റില്ല. ഓരോ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ 8 ലക്ഷം രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കണം ട്യൂഷൻ ഫീസ്. അങ്ങനെ അടയ്ക്കാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 8 ലക്ഷം മാത്രമേ നമ്മൾ അടയ്ക്കാൻ പറ്റുള്ളൂ, അത് കൂടുതലോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളും കൂടെ വന്നു. 10 ലക്ഷം വരെ നമ്മൾ മുടക്കാൻ തയ്യാറാണ്. നമുക്ക് കർണാടകത്തിലെ കോളേജുകളും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വെക്കാം. 20 ലക്ഷം വരെ മുടക്കാൻ തയ്യാറാണ്. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും 52 ഡീംഡ് കോളേജുകൾ, അമൃത, മണിപ്പാൽ, എനപ്പോയ, നിറ്റെ, നമ്മുടെ പ്രിഫറൻസ് ഓർഡറിലോട്ട് മുഴുവൻ കോളേജുകളും വന്നു. NRI സീറ്റുകൾ വന്നു. കേരളത്തിലെ ഉൾപ്പെടെയുള്ള NRI സീറ്റുകൾ വന്നു. കാരണം നീറ്റ് ക്വാളിഫൈ ചെയ്യുന്ന മിനിമം മാർക്കായിട്ടുള്ള ഇത്തവണ ഒരു 200 മാർക്കായിരിക്കാം ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ 200 മാർക്കാണെങ്കിലും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് അനുസരിച്ച്, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് MBBS പ്രവേശനം ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം ഫണ്ട് റേസ് ചെയ്യാൻ ആഗസ്റ്റ് മാസത്തിൽ പറ്റുമെന്നുള്ളതിനാണ് പിന്നീടുള്ള ഒരു പ്രയോറിറ്റി. ഇതൊന്നുമില്ല, നമുക്കൊരു 4 ലക്ഷം രൂപയെ മുടക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുമോ? നമ്മൾ അന്വേഷിക്കണം.
നമ്മുടെ അറിവിലില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയില്ല. പലരും പലത് പറയുന്നു. UP-യിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ബംഗാളിലുണ്ട്, നമ്മുടെ അറിവിലില്ല. 8 ലക്ഷം കേരളത്തിൽ മാനേജ്മെന്റ് സീറ്റിനാണെങ്കിൽ 8 ലക്ഷം കേരളത്തിൽ തന്നെയാണ് ഏറ്റവും ഫീസ് കുറവ്. അതിനപ്പുറത്ത് ഫീസ് കുറവുള്ളൊരു സംസ്ഥാനത്തിനെ കുറിച്ച് നമുക്കറിവില്ല, പക്ഷെ ഉണ്ടായിരിക്കാം. അപ്പം അതിനെക്കുറിച്ച് നമ്മളൊരു പ്രിഫറൻസ് ഓർഡറിൽ നോക്കിയിട്ട് അതും പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുക. ഇനി നമുക്കതില്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കുക, അപ്പോൾ 25,000 അപ്പുറത്തോട്ട് നമ്മൾ പോയി, നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ട് മുടക്കാനായിട്ട് നമ്മൾ അത്ര ഉദ്ദേശിക്കുന്നില്ല. മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, പിന്നെയും 12 കോഴ്സുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ കേരള എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധ്യതകളുണ്ട്, CUET എഴുതിയിട്ടുണ്ട്, ആ സാധ്യതയുണ്ട്, ഐസർ, നൈസർ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രിഫറൻസ് ഓർഡർ നമ്മൾ ഒരു വെബ്സൈറ്റ് വഴി അല്ല ചെയ്യേണ്ടത്. എന്താണ് നമ്മളുടെ താല്പര്യം? നമ്മളൊരു 10 പേജ് നിറച്ച് നമുക്ക് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ എഴുതാനായിട്ട് സാധിക്കും. ഏറ്റവും ആഗ്രഹം ഏതിന്? അതിനുശേഷമുള്ള ആഗ്രഹം എന്തിന്? ഇങ്ങനെ നമ്മളെ കൃത്യം, ഇതൊന്നുമല്ല വെറുതെ ഡിഗ്രി മോശമാണോ? അല്ല. ഇനി ഒരു കോർ സബ്ജക്റ്റിൽ നമ്മൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സബ്ജക്റ്റുകളിലോട്ടും മാറാം. എക്കണോമിക്സിലോട്ട് മാറാം, ലാംഗ്വേജിലോട്ട് മാറാം, ഫോറിൻ ലാംഗ്വേജിലോട്ട് മാറാം, ഇതൊന്നും അല്ലെങ്കിൽ റിസർച്ചിലോട്ട് മാറാം. NIT-കളിൽ, IIT-കളിൽ, IIS-കളിലൊക്കെ റിസർച്ച് ചെയ്യാൻ ഏത് പ്രായം വരെയും ഏറ്റവും നല്ലൊരു ഗ്രാജുവേറ്റ് ആയാൽ മതിയാകും. അപ്പം നമ്മളുടെ ഒരു സ്വപ്നത്തിനും ഒരു കോട്ടവുമില്ല. അത്രയധികം സാധ്യതകളാണ് 2024 നമ്മുടെ കുട്ടികൾക്കായിട്ട് കാത്തിരിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും നല്ലതിനെ ഒന്ന് പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ വരുന്ന മാസം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. സാർ ഇപ്പം പറഞ്ഞ സെൽഫ് ഫിനാൻസിങ് സീറ്റ് നമുക്ക് ലഭിക്കുന്ന ഒരു സാധ്യതയെക്കുറിച്ച്, ഒരു വിദ്യാർത്ഥിക്ക് സെൽഫ് ഫിനാൻസിങ് സീറ്റ് അദ്ദേഹം എടുക്കുകയാണ്, ഇപ്പോൾ ലൈക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് അദ്ദേഹം എടുക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ അലോട്ട്മെന്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് അദ്ദേഹം അടച്ച ഫീസൊക്കെ നഷ്ടമാവുന്ന ഒരു സാഹചര്യം. കാരണം ഏറ്റവും കൂടുതൽ പേരൻസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ് സാർ ചോദിച്ചത്. അതായത് ഇപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് ഒരു 1000 കുട്ടി, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റാങ്കിങ് ഒരു 26,000, 30,000, 35,000 ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളൂ, അദ്ദേഹത്തിന് ഗവൺമെന്റ് കോളേജ് കിട്ടണമെന്ന് താല്പര്യമുണ്ട്. ഗവൺമെന്റിൽ തന്നെ പഠിപ്പിക്കാനുള്ള നിവൃത്തിയേ ഉള്ളൂ. പക്ഷേ ഗവൺമെന്റ് കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലോട്ടുള്ള താല്പര്യം ഉണ്ട് താനും. ഇപ്പോൾ ഞാൻ എപ്പോഴാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഓപ്ഷനിൽ വെക്കേണ്ടത്? ആദ്യത്തെ ഒരു 2-3 അലോട്ട്മെന്റുകളിലെല്ലാം ഗവൺമെന്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനത്തിൽ മാത്രം ഞാൻ സെൽഫ് ഫിനാൻസിങ് കൊടുത്താൽ മതിയോ? ഭൂരിഭാഗം പേരും അങ്ങനെ ചെയ്യുന്നവരാണ്. പല അലോട്ട്മെന്റുകളിലും നമ്മൾ ആദ്യത്തെ 3 അലോട്ട്മെന്റുകളിൽ ഗവൺമെന്റ് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. ഏറ്റവും അവസാനം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം സ്പോട്ട് അലോട്ട്മെന്റിൽ സെൽഫ് ഫിനാൻസിങ് വെക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. സ്പോട്ട് അലോട്ട്മെന്റിൽ 1-2 സീറ്റുകൾ ഉണ്ടായേക്കാം, ശരിയാണ്, 1-2 പേർക്ക് സീറ്റ് കിട്ടിയേക്കാം. പക്ഷേ 99% സീറ്റുകളും അതിന് മുമ്പ് തന്നെ തീർന്നിരിക്കും. സാറിൻ്റെ റാങ്ക് 1000 ആണെന്ന് വിചാരിക്കുക, സാറിന് ഇതാണ് താല്പര്യം, എങ്ങും ഗവൺമെൻറ് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ സെൽഫ് ഫിനാൻസിങ് എടുക്കുന്നുള്ളൂ. എൻ്റെ റാങ്ക് 1001. എനിക്ക് എന്ത് ചെയ്യണം? ഗവൺമെൻറ്റോ സെൽഫ് ഫിനാൻസിങ്ങോ ഏത് കിട്ടിയാലും മതി. സാർ ആദ്യത്തെ 3 അലോട്ട്മെൻറ്റിലും ഗവൺമെൻറ് മാത്രമേ വെച്ചുള്ളൂ. ഞാൻ 1ാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ ഗവൺമെൻറ് വെച്ചിട്ട് തൊട്ട് താഴെ സെൽഫ് ഫിനാൻസിങ് വെച്ചു. എനിക്ക് റാങ്ക് കുറവാണെങ്കിൽ പോലും എനിക്ക് സീറ്റ് തരും. സാറ് പറഞ്ഞില്ലായിരുന്നു, സാറിന് വേണമെന്നൊരു പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കിത് കിട്ടി. അങ്ങനെ താഴോട്ട് റാങ്കുള്ള എല്ലാവരും വെച്ചിട്ട് എന്ത് ചെയ്യും? അവർ സെൽഫ് ഫിനാൻസിങ് ആദ്യത്തെ അലോട്ട്മെന്റുകൾ തന്നെ എടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ തന്നെ പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യകത. ഗവൺമെന്റ് പറ്റിയില്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് വേണോ വേണ്ടോ എന്ന് ഇപ്പം തീരുമാനിക്കണം. 2 അലോട്ട്മെന്റുകൾക്ക് ശേഷം തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? ബാക്കിയുള്ള ഇതിനേക്കാളും കുറഞ്ഞുള്ള റാങ്കുകൾ എടുത്തുകൊണ്ട് പോകും, നമുക്ക് കിട്ടാതെ പോകും. ഒന്നുമില്ലെങ്കിലും ഏറ്റവും നല്ല കോളേജുകളെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഏറ്റവും അവസാനം പോകുന്ന 1-2 സീറ്റുകൾ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റുകൾ ശേഷിക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിങ് വെക്കുന്നുണ്ടെങ്കിൽ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ ഗവൺമെന്റ് മേഖലയ്ക്ക് തൊട്ട് താഴെ സെൽഫ് ഫിനാൻസിങ് വെക്കണം. അപ്പം നമുക്ക് സെൽഫ് ഫിനാൻസിങ് അവർ തരില്ലേ? നോർമൽ അങ്ങനെ ചോദ്യമില്ലേ? ഇദ്ദേഹം സെൽഫ് ഫിനാൻസിങ് വെച്ചിട്ടുണ്ട്, അല്ലെ NRI വെച്ചിട്ടുണ്ട്, ഇയാൾക്ക് അത് കൊടുത്തേക്കാം. അങ്ങനെ കൊടുക്കില്ല. നമ്മളുടെ റാങ്ക് വരുമ്പോൾ 1000 ഉള്ള ആളുടെ റാങ്ക് വരുമ്പോൾ 999 വരെയുള്ള കുട്ടിക്ക് എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ 1000 ഉള്ള ആളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുന്നുള്ളൂ. 1000 ഉള്ള ആളുടെ ഓപ്ഷൻ നോക്കുമ്പോൾ അയാൾ 1ാമത് കൊടുത്തത് എന്താണെന്നാണ് നോക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തരാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനെയാണ് തൊട്ട് താഴെ 2ാമത്തെ ഓപ്ഷൻ എന്താണ്? കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 3ാമത്തെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 4ാമത്തെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കി താഴോട്ടാണ് വരുന്നത്. അപ്പം ഗവൺമെന്റ് കിട്ടാൻ അർഹത കിട്ടും.
അത് കിട്ടാൻ അർഹതയില്ലെങ്കിൽ നമ്മൾ 13 വെച്ചിരിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെ നോക്കിയിട്ട് ആദ്യത്തെ വേക്കൻസിയാണ് സാറിന് തരുന്നത്. അപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജ് താഴെ വെച്ചു, അല്ലെങ്കിൽ അതിൻ്റെ താഴെ NRI വെച്ചു എന്ന് വിചാരിച്ച് ആദ്യം തന്നെ NRI സീറ്റ് തരില്ല. വേറൊന്നും തരാൻ നിവൃത്തിയില്ലെങ്കിലേ NRI സീറ്റ് തരുള്ളൂ. നമ്മളുടെ റാങ്ക് 15,000. വേറൊരു സീറ്റും തരാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? NRI സീറ്റ് തന്നു. അപ്പം അതാണ് പ്രിഫറൻസ് ഓർഡർ. ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ്, അതിനുശേഷം NRI ആണ് വേണ്ടത്. NRI ഇനി അതല്ല, മറ്റുള്ള കോഴ്സുകൾ അഗ്രികൾച്ചറോ വെറ്റിനറിയോ ആയുർവേദമുണ്ട്, അതിൻ്റെ താഴോട്ട് ഇതിൽ എന്തിനാണ് നമുക്ക് പ്രാധാന്യം? നമുക്ക് അഗ്രികൾച്ചർ പഠിക്കാനാണ് ഏറ്റവും താഴെങ്കിൽ അഗ്രികൾച്ചറാണ് ആദ്യം പ്രാധാന്യം. നമുക്ക് വെറ്റിനറി ആണ് വേണ്ടെങ്കിൽ വെറ്റിനറി ആണ് ആദ്യം വേണ്ടത്. നമുക്ക് ഗവൺമെന്റ് MBBS ആണ് വേണ്ടെങ്കിൽ ഗവൺമെന്റ് MBBS ആണ് നമ്മുടെ പ്രിഫറൻസ് ഓർഡർ. അവിടെ നമ്മൾ കിട്ടുകയോ നോക്കിയോ? ഇല്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞതിലോട്ട് തന്നെ തിരിച്ചു വരികയാണ്. നമുക്ക് കിട്ടുകയില്ലയോ എന്ന് നോക്കിയിട്ടല്ല പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കുന്നത്. നമുക്ക് താല്പര്യം എന്താണ്, ആഗ്രഹം എന്താണ്, അതിനനുസരിച്ച് വേണം നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ താഴോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ എന്തൊക്കെ കടന്നു വന്നു? MBBS വന്നു, BDS വന്നു, അഗ്രികൾച്ചർ വന്നു, വെറ്റിനറി വന്നു, ആയുർവേദം. താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ കേരള എഞ്ചിനീയറിംഗ് വരാം. അത് ഈ സൈറ്റിലാണ് കൊടുക്കേണ്ടത്. അല്ല, അത് വേറെ ഓപ്ഷനാണ്. ഐസറിൽ റിസർച്ച് താല്പര്യമുള്ള കുട്ടിയുണ്ട്. ഗവൺമെന്റ് MBBS അല്ലെങ്കിൽ റിസർച്ചാണ് താല്പര്യം. അപ്പം അയാൾക്ക് ഐസറിന് അവിടെ ഓപ്ഷൻ കൊടുക്കാം. വേറൊരു സൈറ്റാണ് അത്. നൈസറിൽ കൊടുക്കാം, CUET-യിൽ കൊടുക്കാം. എന്തിനാണ് താല്പര്യം എന്നുള്ളത് കൃത്യമായിട്ടൊരു അവലോകനം ചെയ്ത് അത് തയ്യാറാക്കുക എന്നുള്ളതാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ താഴെ നമ്മൾ ഒരു സെൽഫ് ഫിനാൻസിങ് വെച്ചു, നമുക്ക് സെൽഫ് ഫിനാൻസിങ് കിട്ടി, നമ്മൾ 1ാം ഘട്ടത്തിൽ തന്നെ 8 ലക്ഷം രൂപ കൊണ്ട് അടച്ചു. കാരണം എപ്പോഴാണെങ്കിലും മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ വിത്തിൻ 7 days ആ കോളേജിൽ പോയി ചേരുകയും ഫീസ് അടച്ച് ചേരുകയും ചെയ്യണം. ജൂലൈ 25-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നാൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ കോളേജിൽ ചെല്ലുകയും മുഴുവൻ ഫീസും ആ കോളേജിൽ അടച്ച് അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. നിർബന്ധം. ഗവൺമെന്റ് ആണെങ്കിലും സ്വകാര്യമാണെങ്കിലും. അതിന് ഓൾ ഇന്ത്യ കോട്ടയിൽ മാത്രം അങ്ങനെ ഉണ്ട്. ഫ്രീ എക്സിറ്റ് എന്നൊരു അവസരമുണ്ട്. ഓൾ ഇന്ത്യ കോട്ടയിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ സീറ്റ് പോകും. സീറ്റ് ഫീസ് അടച്ചു പോയി ചേർന്നാൽ ആ സീറ്റ് നിലനിൽക്കും. ഇല്ലെങ്കിൽ ആ സീറ്റ് പോയി അടുത്ത റൗണ്ടിൽ വീണ്ടും കൊടുക്കാവുന്നൊരു അവസരമുണ്ട്. പക്ഷേ കേരള അലോട്ട്മെന്റുകളിലൊക്കെ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എടുത്തില്ല, പിന്നെ സെക്കൻഡിൽ പരിഗണിക്കുക പോലും ഇല്ല. അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്കും പറഞ്ഞു കൊടുക്കാം. സാറ് ചോദിച്ചത്, നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെൽഫ് ഫിനാൻസിങ് കിട്ടി, നമ്മൾ 8 ലക്ഷം അടച്ചു ചേർന്നു, ഇനി ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള റാങ്കുകാരെയാണോ അടുത്തതിൽ പരിഗണിക്കുക എന്നുള്ളത് അല്ല. 2ാം ഘട്ടത്തിലും കൂടെ നമ്മളെ ഗവൺമെന്റ് തരാവോ എന്ന് നോക്കും. നമ്മൾ 2ാം ഘട്ടം തുടങ്ങി, 1ാം ഘട്ടത്തിൽ കിട്ടും, നമ്മൾ സെൽഫിൽ ചേർന്നു. 2ാം ഘട്ടം തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെയും കൂടെ പരിഗണിക്കണം, കൺഫേം ചെയ്തു. അപ്പം നമ്മൾ വീണ്ടും നമ്മളെ തൊട്ടടുത്ത ഓപ്ഷനാണോ നോക്കുന്നത്? അല്ല, വീണ്ടും നമ്മൾ കൊടുത്ത 1 എന്നുള്ള ഓപ്ഷൻ തൊട്ട് താഴോട്ട് നോക്കും. വീണ്ടും ഗവൺമെന്റ് തൊട്ടാണ് നോക്കുന്നത്. ഗവൺമെന്റ് തൊട്ട് നോക്കി ഒന്നും തരാൻ നിവൃത്തിയില്ലെങ്കിൽ ഈ സെൽഫ് ഫിനാൻസിങ് തരും. അവിടെ നമ്മൾ 4.5 വർഷം പഠിക്കണം. ഇനി അതല്ല, നമുക്ക് മുകളിലോട്ട് ഗവൺമെന്റ് തന്നാലോ ഈ അടച്ച പൈസ മുഴുവൻ നമുക്ക് തിരികെ നൽകും. 1 രൂപ പോലും നഷ്ടപ്പെടുകയുമില്ല. അപ്പം സെൽഫ് ഫിനാൻസിങ് എടുത്തുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യാതൊരു കുഴപ്പവുമില്ല. അർഹതയുണ്ടെങ്കിൽ ഗവൺമെന്റ് കിട്ടിയിരിക്കും. സാർ, ഇപ്പോൾ ഒരുപാട് റിസർവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ OBC റിസർവേഷൻ ഉണ്ടാവും, സ്പോർട്സ് കോട്ട, സർവീസ്. ഒരു വ്യക്തിക്ക് തന്നെ പല റിസർവേഷൻ കാണും. ഇപ്പോൾ EWS, എക്സ് സർവീസും സ്പോർട്സും ഒക്കെ അങ്ങനെ പലത് കാണും. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെയായിരിക്കും ഈ ഒരു അഡ്മിഷനെയൊക്കെ സമീപിക്കേണ്ടത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും. കാരണം അതും പേരൻസിൻ്റെ കൃത്യമായൊരു സംശയമാണ്. കാരണം ഒരു കുട്ടിക്ക് ജനറലായിട്ടും ഉണ്ട്, അല്ലെങ്കിൽ OBC ആയിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് സർവീസ്മെനും സ്പോർട്സും ഒരു കുട്ടിക്ക് പല റിസർവേഷൻ കാണും. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതിനനുസരിച്ച് റിസർവേഷൻ അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുന്നു എന്നുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മളുടെ പ്രൊഫൈലിനകത്ത് നമുക്ക് കിട്ടേണ്ട എല്ലാ റിസർവേഷനും ഉണ്ട്. ഞാൻ OBC ആണെങ്കിൽ എന്നെ ജനറലായിട്ട് പരിഗണിക്കും, സ്റ്റേറ്റ് മെറിറ്റിൽ ആദ്യം പരിഗണിക്കും, അത് കഴിഞ്ഞിട്ട് OBC ആയിട്ട് പരിഗണിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ് സർവീസ്മെൻ, NCC, മൈനോറിറ്റി, എന്തും നമ്മൾ പറയണ്ട. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് പറഞ്ഞു. നമ്മൾ കീമിന് അപ്ലൈ ചെയ്തപ്പോഴും ഓൾ ഇന്ത്യ കോട്ടയ്ക്കൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എല്ലാ റിസർവേഷനും പറഞ്ഞു. OBC എന്ന് പറഞ്ഞു, PWD എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ NRI എന്ന് പറഞ്ഞു, എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ പറഞ്ഞാൽ മതി. അപ്പോൾ സാറിൻ്റെ റാങ്ക് 1000 ആയിരുന്നു. സാറിന് ആഗ്രഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണ്. അപ്പം സാറ് കോഴിക്കോട് 1ാമത് വെച്ചു. കോഴിക്കോട് കിട്ടിയില്ലെങ്കിൽ സാറിന് കോട്ടയത്താണ് ആഗ്രഹം, കോട്ടയം വെച്ചു, തിരുവനന്തപുരം വെച്ചു, തൃശ്ശൂർ വെച്ചു, അല്ലെങ്കിൽ എറണാകുളം വെച്ചു, ഏതെങ്കിലുമൊക്കെ കോളേജുകൾ വെച്ചു. അപ്പം
ഒന്നാമത്തെ ഓപ്ഷൻ എൻട്രൻസ് സാറിൻ്റെ റാങ്ക് 999 വരെ വന്നപ്പോൾ സാറിനെ പരിഗണിച്ചിട്ടില്ല. 1000ാമത്തെ റാങ്ക് എടുത്തപ്പോൾ സാറിൻ്റെ പേരാണ്, സാറിൻ്റെ ഓപ്ഷൻ നോക്കി. സാർ ഒന്നാമത് വെച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ പറ്റുമോ എന്ന് നോക്കും, ജനറലായിട്ട് തരാൻ പറ്റുമോ എന്ന് നോക്കും. ഇല്ല, അതൊരു 200 റാങ്കിന് തന്നെ തീർന്നു പോയായിരുന്നു. അപ്പോൾ സാറിന് സ്റ്റേറ്റ് മെറിറ്റിൽ തരാൻ നിവൃത്തിയില്ല. ഇനി സാറിന് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നോക്കും. അപ്പം നോക്കുമ്പോൾ സാർ ഈഴവയാണ് ഏഴവയാണെന്ന് വെക്കുക. അപ്പം ഈഴവ റിസർവേഷനിൽ തരാൻ പറ്റുമോ നോക്കും. ഒരു 500 വരെയൊക്കെ ആണെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതിൽ നമുക്ക് തരാൻ പറ്റുമോ നോക്കും. ഇല്ല, ഈഴവയിലും തരാൻ നിവർത്തിയില്ല. ഇനി തൊട്ടടുത്ത റിസർവേഷൻ നോക്കും, വേറെ എന്തെങ്കിലും ഇദ്ദേഹത്തിനുണ്ടോ, എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCC, എക്സ് സർവീസ്മാൻ, എന്തെങ്കിലും ഒരു റിസർവേഷൻ അതിൽ ഒന്നാമത്തത് തരാൻ പറ്റുമോ നോക്കും. അപ്പോൾ ആ ഒന്നാമത്തത് തന്നെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് എൻട്രൻസ് കമ്മീഷൻ മാക്സിമം പരിശ്രമിക്കുന്നത്. ഇല്ല, ഒന്നിലും തരാൻ നിവൃത്തിയില്ല. വീണ്ടും 2ാമത്തെ ഓപ്ഷൻ എടുത്തു, കോട്ടയം മെഡിക്കൽ കോളേജ് എടുത്തു. ജനറലായിട്ട് സ്റ്റേറ്റ് മെറിറ്റിൽ കോട്ടയം തരാൻ പറ്റുമോ, OBC ആയിട്ട് തരാൻ പറ്റുമോ, ഈഴവയായിട്ട് തരാൻ പറ്റുമോ, എക്സ് സർവീസ്മാൻ ആയിട്ട് തരാൻ പറ്റുമോ, NCC ആയിട്ട് തരാൻ പറ്റുമോ. നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എന്തൊക്കെ റിസർവേഷൻ പറഞ്ഞിട്ടുണ്ടോ ആ ഓരോ റിസർവേഷനും ഓരോ ഓപ്ഷനിലും പരിഗണിക്കും. അല്ലാതെ ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് ഒരു 10 എണ്ണം നോക്കി അതൊന്നും തരാൻ പറ്റില്ല, പിന്നെ ഈഴവ, അങ്ങനെയല്ല. ഓരോ ഓപ്ഷനിലും നമുക്ക് തരാൻ പറ്റുമോ, ഏതെങ്കിലും രീതിയിൽ തരാൻ പറ്റുമോ നോക്കിയിട്ടാണ് താഴോട്ട് വന്നത്. അപ്പം നമ്മൾ അവിടെ OBC എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. EWS എന്ന് പറയണോ, എക്സ് സർവീസ് എന്ന് പറയണോ, സ്പോർട്സ് എന്ന് പറയണോ, ഒന്നും പറയണ്ട. അതൊക്കെ നമ്മുടെ പ്രൊഫൈലിലുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് പറയേണ്ടത് ഏതാ, അത് സാറിനെ കൊണ്ട് ചോദിപ്പിക്കാം. അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഒന്നും പറയേണ്ടതില്ല. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് ഓർഡർ കറക്റ്റ് ആയാൽ മതിയാകും. അപ്പോൾ അവിടെ ഒരു അപകടമുണ്ട്. സാർ 1000 റാങ്ക്, സാർ ഒരു 4 കോളേജ് മാത്രമേ വെച്ചിട്ടുള്ളെങ്കിൽ ഇരിക്കുക, കിട്ടുമോ ഇല്ലയോ നോക്കി. കിട്ടണം നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് അർഹതയുള്ളതും അതിനകത്ത് ഉണ്ടായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ റാങ്കുകളും നമ്മുടെ സീറ്റുകളുടെ എണ്ണവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അർഹതയുള്ളത് ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. 1000 റാങ്ക് ആയിട്ട് നമ്മൾ 1-2 ഓപ്ഷൻ മാത്രം വെച്ചിട്ട് എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർഹതയില്ല. നമ്മുടെ ഏറ്റവും താല്പര്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതനുസരിച്ച് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഓപ്ഷൻ വരെ നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. സാർ, അതുപോലെ എന്തെങ്കിലും ഓപ്ഷൻസ്, ഇപ്പോൾ NRI എന്നുള്ള ഓപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ശരി, തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം മൈനോറിറ്റി റിസർവേഷൻ, ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ കോളേജുകൾക്കും മുസ്ലിംസിനും മുസ്ലിം കോളേജുകളിലും മൈനോറിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സെൽഫ് ഫിനാൻസിങ്ങിൽ അത് സെപ്പറേറ്റ് ഓപ്ഷനാണ്. അപ്പം അവിടെ നമുക്ക് അമല മെഡിക്കൽ കോളേജ്, ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി അമല മെഡിക്കൽ കോളേജിൻ്റെ നോർമൽ സീറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അമലയിൽ തന്നെയാണ് പഠിക്കാൻ കൂടുതൽ താല്പര്യമെങ്കിൽ അമല കഴിഞ്ഞ തൊട്ട് താഴെ തന്നെ അമലയുടെ മൈനോറിറ്റി സീറ്റ് വെച്ചേക്കണം. എല്ലാം മെറിറ്റ് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്നാ കുഴപ്പം? എല്ലാ സീറ്റും നോക്കിയിട്ട് പിന്നെ ഉണ്ടെങ്കിൽ മൈനോറിറ്റി തരുള്ളൂ. അത് വേണ്ട. കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡർ ആകുമ്പം അമല കോളേജ് കഴിഞ്ഞിട്ട് അമലയുടെ മൈനോറിറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് സോമർവെല്ലാണെന്നെങ്കിൽ സോമർവെൽ വെച്ചിട്ട് സോമർവെല്ലിൻ്റെ മൈനോറിറ്റി വെക്കുക. ജൂബിലിയാണ് ഇഷ്ടമെങ്കിൽ ജൂബിലിയുടെ മെറിറ്റ് വെച്ചിട്ട് ജൂബിലിയുടെ മൈനോറിറ്റി വെക്കുക. അത് സെപ്പറേറ്റ് ഓപ്ഷനാണ്. മൈനോറിറ്റിക്കും മെറിറ്റിനും ഒരേ ഫീസ് 8 ലക്ഷം തന്നെയാണ്. പക്ഷേ NRIക്ക് 21 ലക്ഷം ഫീസ്, അതും സെപ്പറേറ്റ് ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും NRI വെക്കാൻ പറ്റുമോ? ഇല്ല. കീമിന് അപ്ലൈ ചെയ്തപ്പോൾ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തവർക്ക് മാത്രമേ NRI വെക്കാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം ഗവൺമെൻറ് വെച്ചു. അത് കഴിഞ്ഞിട്ട് സെൽഫ് ഫിനാൻസിങ് വെച്ചു. സെൽഫ് ഫിനാൻസിങ് മൈനോറിറ്റി ഉള്ളവരാണ് മൈനോറിറ്റി സീറ്റൊക്കെ വെച്ചു. അതിനും ഇതൊന്നും കിട്ടിയില്ല. എൻ്റെ റാങ്ക് 15,000 അല്ല, 20,000 അല്ല, 30,000 അല്ല, 40,000. അപ്പോൾ എന്തും കൂടെ വെച്ചു, അതിൻ്റെ താഴെ NRI എന്നും കൂടെ വെച്ചു. അപ്പം ഗവൺമെൻറ് 12 വെച്ചു, 19 സ്വകാര്യ കോളേജ്. അപ്പോൾ 12, 13, 31 ഓപ്ഷനായി. 32ാമതായിട്ട് NRI വെച്ചു. അതെന്താ NRI എടുത്ത് മുകളിൽ തന്നെ വെക്കാൻ മേലായിരുന്നു? അങ്ങനെ വെച്ചാൽ എന്താ കുഴപ്പം? ആദ്യം തന്നെ NRIയിൽ പരിഗണിക്കും. പിന്നെ മെറിറ്റ് ഇപ്പം ഒരു 10,000 റാങ്കുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളൂ 10,000 അലോട്ട്മെന്റിൽ കിട്ടുന്നത് 8 ലക്ഷത്തിന്റെ സീറ്റ് കിട്ടും. പക്ഷെ NRI എടുത്ത് മുകളിൽ വെച്ചാലോ NRI സീറ്റേ കിട്ടുള്ളൂ, താഴോട്ടുള്ളതെല്ലാം ക്യാൻസലായി പോവും. അതുകൊണ്ട് നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിൽ ഗവൺമെൻറ്, മെറിറ്റ്, 8 ലക്ഷത്തിൻ്റെ ഫീസ്, അത് കഴിഞ്ഞിട്ട് താഴെ NRI. അപ്പോൾ ഒരു പേരൻറ്റ് ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന കോളേജിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഗോകുലം മെഡിക്കൽ കോളേജ് കിട്ടുമെങ്കിൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ്, അവിടെ 21 ലക്ഷം ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഗോകുലത്തിൻ്റെ മെറിറ്റ് വെച്ചിട്ട് തൊട്ട് താഴെ ഗോകുലത്തിൻ്റെ NRI വെച്ചേക്കണം.
ഒരു കോളേജിന് അവിടെ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ കോളേജിന് മെറിറ്റ് സീറ്റ് കഴിഞ്ഞ് തൊട്ട് താഴെ NRI സീറ്റ് വെക്കാം. അല്ലാതെ നമ്മൾ NRI സീറ്റ് എടുത്ത് ആദ്യം വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിപ്പോവും. അപ്പോൾ ഇതാണ് പ്രിഫറൻസ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മളുടെ സാധ്യതകളെയും ഇതെല്ലാം അനുസരിച്ച് വേണം. അപ്പം ചില പേരൻസിനുള്ള ഒരു സംശയം മാറിയില്ലേ, നമുക്ക് അബദ്ധം പറ്റുമോ, ഗവൺമെൻറ് കിട്ടാനുണ്ടായിരുന്ന അർഹത നഷ്ടപ്പെടുമോ, താഴെ സെൽഫ് ഫിനാൻസിങ് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് കിട്ടാനുള്ള അർഹത നഷ്ടപ്പെടുന്നുണ്ട്? ഇല്ല, ഗവൺമെൻറ്റിൽ പരിഗണിച്ചിട്ടേ നമ്മളെ സെൽഫ് ഫിനാൻസിങ്ങിൽ പരിഗണിക്കുകയുള്ളൂ. സെൽഫ് ഫിനാൻസിങ്ങിൽ നിന്ന് രണ്ടാം ഘട്ടം ഗവൺമെൻറ്റിലോട്ട് കിട്ടിയാൽ മാറാം, ഒരു കുഴപ്പമില്ല, മുഴുവൻ പൈസയും തിരിച്ചു തരും. പക്ഷേ രണ്ടാം ഘട്ടത്തോടുകൂടി മിക്കവാറും ലോക്ക് ചെയ്യപ്പെടും. പിന്നെ മൂന്നാം ഘട്ടത്തിലോട്ട് പോകാൻ മേലാതായി പോകും. പക്ഷേ അത് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയും, അടുത്ത ഘട്ടത്തോടുകൂടി സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ളവർ അവിടെ തന്നെ ലോക്ക് ചെയ്യപ്പെടും, പിന്നെ മാറ്റം ഉണ്ടാവില്ല, നേരത്തെ അറിയാം. ഇനി വേണമെങ്കിൽ മാറി നിൽക്കണമെങ്കിൽ അവസരം കിട്ടും, അല്ലാതെ അബദ്ധമൊന്നും പറ്റില്ല. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് ഏറ്റവും സുതാര്യവും ഏറ്റവും പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എന്തിനാണ് നമ്മളുടെ പ്രയോറിറ്റി? ഗവൺമെൻറ് MBBS സെൽഫ് ഫിനാൻസിങ് MBBS NRI സീറ്റോ, BDS സീറ്റുകളോ, അഗ്രികൾച്ചറോ, വെറ്റിനറിയോ, ഐസറോ, നൈസറോ, CUET പ്യുവർ ഡിഗ്രിയോ, എൻജിനീയറിങ്ങോ, എന്തുമാവട്ടെ, ഈ പ്രിഫറൻസ് ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ഒരു തരത്തിലുള്ള ടെൻഷനുകളും ഇല്ല. ഒരു പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C, പ്ലാൻ D, പല പ്ലാനുകളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഇതിൽ നിന്നെല്ലാം ഇങ്ങോട്ട് മാറാം. എൻജിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്തു, 3 അലോട്ട്മെൻറ്റും മെഡിക്കലിൻ്റെ കഴിഞ്ഞു, സ്പോട്ട് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമ്മുടെ റാങ്കിന് കിട്ടാൻ സാധ്യതയുണ്ട്. എൻജിനീയറിംഗിൽ നിന്ന് സ്പോട്ട് അലോട്ട്മെൻറ്റിലോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. അപ്പം ഒരു നിന്ന് ഇങ്ങോട്ട് മാറുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പം B.Pharm നിൽക്കുന്നു, മെഡിക്കലിലോട്ട് മാറണം, ഒരു കുഴപ്പമില്ല. ആർക്കിടെക്ചർ നിൽക്കുന്നു, ഇങ്ങോട്ട് മാറാം, ഒരു കുഴപ്പമില്ല. അവിടെയൊക്കെ നമ്മുടെ പ്രിഫറൻസ് ഓർഡർ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമുക്ക് അറിയിക്കുകയും ചെയ്യാം. സർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പല സംസ്ഥാനങ്ങളിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ പല സൈറ്റുകളിൽ കയറി. തീർച്ചയായിട്ടും. കാരണം എയിംസ്, ഓൾ ഇന്ത്യ കോട്ട ഗവൺമെന്റ് കോളേജ് സീറ്റുകൾ, ഇപ്പോൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് സീറ്റ് വേണം, ഓൾ ഇന്ത്യ കോട്ട, ജിപ്മർ, ESI, AFMC, ഡീംഡ് മെഡിക്കൽ കോളേജ്, ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പാണ്. ഇതിനെല്ലാം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് എന്ന് പറയും. MCC.nic.in ഓൾ ഇന്ത്യ അലോട്ട്മെന്റ്, ഈ വെബ്സൈറ്റ് വഴിയാണ് ഇതിന്റെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കേണ്ടത്. എയിംസ് 20, ജിപ്മർ 2, ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് കോളേജുകൾ 350, ESI 11 കോളേജുകൾ, ESI IP ആണെങ്കിൽ വീണ്ടും അവർക്ക് ഈ 11 കോളേജിൽ ഒരിക്കൽ കൂടി ഓപ്ഷൻ വെക്കാം. AFMC, അതുകൂടാതെ 52 ഡീംഡ് കോളേജുകൾ, വളരെ ഉയർന്ന ഫീസുള്ള ഡീംഡ് കോളേജുകൾ. ഇതെല്ലാം ഒരുമിച്ച് ഒറ്റ വെബ്സൈറ്റ് വഴി MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി ജൂലൈ ആദ്യത്തെ ആഴ്ച ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും MBBS BDS അതൊരു അലോട്ട്മെൻറ്റ്. കേരളത്തിലെ മെഡിക്കലിൻ്റെ അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദമുള്ള അത് വേറൊരു അലോട്ട്മെൻറ്റ്. എൻജിനീയറിങ് വേറൊരു അലോട്ട്മെൻറ്റ്. B.Pharm ആർക്കിടെക്ചർ വേറൊരു അലോട്ട്മെൻറ്റ്. അപ്പം ഇങ്ങനെ പല സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. തമിഴ്നാടിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റ് CMC വെല്ലൂർ ഉൾപ്പെടെ അത് TN മെഡിക്കൽ സെലക്ഷൻ വഴി, സെൻറ്റ് ജോൺസ് ഉൾപ്പെടെയുള്ളത് അത് കർണാടകത്തിൻ്റെ വെബ്സൈറ്റ് വഴി. അപ്പം ഇങ്ങനെ വിവിധ വെബ്സൈറ്റുകളിലാണ് നമ്മൾ ആദ്യം തയ്യാറാക്കിയിരിക്കുന്ന പ്രിഫറൻസ് ഓർഡർ വെക്കേണ്ടതായിട്ടുള്ളത്. സർ, ഇപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല മെഡിക്കൽ കോളേജുകൾ അല്ലെ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ കർണാടകത്തിലും കിട്ടും, ഇവിടെയും കിട്ടും. അല്ലെ അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് മാറാൻ പറ്റുന്നത്, ഇവിടെ കിട്ടാൻ പറ്റുമോ, അത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മുൻകൂട്ടി? കൃത്യമായിട്ട് നമുക്ക് പറയുന്നത് ഈ റാങ്കിങ് വരുമ്പോൾ, ഇപ്പം ഓൾ ഇന്ത്യ റാങ്ക് നമ്മൾ 25,000 വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ 10,000-നകത്തുണ്ട് കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാക്കാം. അപ്പൊ പിന്നെ കർണാടകത്തിൽ അതനുസരിച്ച് കൊടുത്താൽ പോരെ. ഇനി നമുക്ക് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, കഴിഞ്ഞ ഒരു 14,000 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സാധ്യതയുണ്ട്. മുസ്ലിമാണ്, 15,000 വരെ മൈനോറിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സാധ്യതകൾ തിരിച്ചറിയാം. അപ്പോൾ അങ്ങനെ സാധ്യതകൾക്കനുസരിച്ചേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ഒന്നും നമുക്കൊരു പ്രത്യേക ഒരു ഗൈഡൻസ് എൻട്രൻസ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അവിടെ നിന്നും ഇല്ല, നിങ്ങൾക്ക് ഇവിടെ സാധ്യത കൂടുതലുണ്ട് അവിടെ കൊടുക്കുക, അങ്ങനെയില്ല. അവിടെയൊക്കെ നമ്മളുടെ ഒരു പ്രിഫറൻസ് ഓർഡർ തന്നെയാണ്. അലോട്ട്മെന്റ് വന്നു, ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെയാണ് ഇവിടുന്ന് വേണമെങ്കിലും തിരിച്ചു പോരാ, കർണാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാ, തമിഴ്നാട്ടിൽ നിന്ന് പോരാ, അല്ലെ ഇവിടുന്ന് അങ്ങോട്ട് വേണേപ്പോ. ഇവിടെ ഒരു സാധാരണ ഒരു കോളേജ് കിട്ടി, അപ്പോഴാണ് സെന്റ് ജോൺസ് കിട്ടിയത്, ഇവിടുന്ന് അങ്ങോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടുന്ന് എങ്ങോട്ട് വേണേ പോകാം. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് ആന്ധ്ര കിട്ടി, അവിടുന്ന് സെക്കൻഡ് അലോട്ട്മെന്റ് കേരളത്തിലോട്ട് വരാം, ഒരു കുഴപ്പവുമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറാം, യാതൊരു കുഴപ്പവുമില്ല. സെക്കൻഡ് അലോട്ട്മെന്റ്, രണ്ടാമത്തെ അലോട്ട്മെന്റ് തൊട്ട് ലോക്കാവും. ഓൾ ഇന്ത്യ കോട്ട രണ്ടാമത്തെ അലോട്ട്മെന്റ് നമ്മളൊരു
കോളേജിൽ പോയി ചേർന്നാൽ അവിടെ പഠിക്കും, കർണാടകത്തിൽ പോയി ചേർന്നാൽ അവിടെ പഠിക്കും, കേരളത്തിൽ ചേർന്നാൽ ഇവിടെ പഠിക്കും. അപ്പം രണ്ടാമത്തെ അലോട്ട്മെന്റ് തൊട്ട് ലോക്കിംഗ് വരും. ചെന്ന് ചേർന്നാൽ അവിടെ ലോക്കാവും. അലോട്ട്മെന്റ് ഒന്ന് ചേർന്നില്ലെങ്കിലോ രജിസ്ട്രേഷൻ ഫീസ് പോയി, മൂന്നാമത്തേന് വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് കയറാം. അപ്പം അത് ആ അലോട്ട്മെന്റ് സമയത്ത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അവനവന് ലഭിക്കുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ വർഷം കിട്ടിയ റാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ ശിവൻ സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ശിവൻ സാർ ഇതിലുടനീളം നമ്മളോട് പരാമർശിച്ചത്. ശിവൻ സാർ പറയുകയുണ്ടായി, നമ്മൾ പ്രിഫറൻസ് ഓർഡറിനാണ് ഏറ്റവും പ്രാധാന്യം. തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് ആ കുടുംബത്തിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു കാരണവശാലും മറ്റുള്ളവരായിട്ട് ആലോചിക്കുകയും ചെയ്യരുത്. കാരണം അവനവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് ഏതിൻ്റെയാണ് താല്പര്യം, ആ കുട്ടിയുടെ പാഷൻ എന്താണ്, ആ കുട്ടിക്ക് താല്പര്യം എന്താണ്, അതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ കുട്ടിയുടെ തീരുമാനത്തിന് പറ്റുമെങ്കിൽ ഒരു 99% വിടുക. പക്ഷേ ഞാൻ സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ ഒരു കാരണവശാലും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പക്വതയില്ലായ്മയുടെ അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെ ആണെന്ന് കരുതുക. സെൽഫ് ഫിനാൻസിങ് ഒന്നും മോശമൊന്നുമല്ല. അപ്പം അവിടെ നമുക്ക് ഏറ്റവും നല്ല ആരോഗ്യകരമായ അവനവൻ്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം എനിക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത ഇല്ലാതെ എനിക്ക് കോളേജുകളിൽ എടുക്കാൻ പറ്റും, ഏറ്റവും ആരോഗ്യകരമായിരിക്കണം. ഒരു കോഴ്സിനും യാതൊരു വ്യത്യാസവുമില്ല. ഏറ്റവും നന്നായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സാധ്യതകളാണ് ഈ വരാൻ പോകുന്നത്. അപ്പം അവിടെ MBBS ആണോ, അഗ്രികൾച്ചർ ആണോ, എൻജിനീയറിംഗ് ആണോ, ഐസർ ആണോ, നൈസർ ആണോ, CUET ആണോ, ഡിഗ്രി ആണോ, ഏത് പഠിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഇന്നുണ്ട്. അപ്പം അത് തിരിച്ചറിയാനായിട്ട് പറ്റുകയും ഏറ്റവും ആരോഗ്യകരമായിട്ട് ഒരു ചർച്ച കൊണ്ട് പറ്റുമോ? ഇല്ല. പല ചർച്ചകൾ വേണ്ടി വരും. പല കോളേജുകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് വെളിയിൽ അന്വേഷിക്കാം. പക്ഷെ തീരുമാനം അത് ആ കുടുംബത്തിൻ്റെതായിരിക്കണം. അപ്പോൾ ശിവൻ സാർ പറഞ്ഞതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ വിദ്യാർത്ഥിയും മാതാപിതാക്കളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ വസ്തുതയെക്കുറിച്ചാണ് നമ്മളിവിടെ ഇത്രയും നേരം ശിവൻ സാർ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഗൈഡൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് ശിവൻ സാർ ഇനി വരും ദിവസങ്ങളിലും ലൈവുകളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അത് എല്ലാ കുടുംബത്തിലും ഉണ്ടെന്നും വിചാരിക്കണം. അല്ലാതെ ചില കുടുംബങ്ങളിൽ മാത്രം 1ാം റാങ്ക് കിട്ടിയ ആർക്കും സംശയം ഉണ്ടായിരുന്നു കോഴിക്കോട് എടുക്കണോ, എയിംസ് എടുക്കണോ, ജിപ്മർ എടുക്കണോ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എടുക്കണോ? എല്ലാ റാങ്ക് കിട്ടുന്നവർക്കും ഏത് റാങ്ക് കിട്ടുന്നവർക്കും ഏതാണ് ബെറ്റർ? കാരണം നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നത് ആ എടുക്കുന്നതിൻ്റെ ഇതിൽ ഒരു കുറവും ഉണ്ടാകരുതെന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലേ? അപ്പം അവിടെ നമ്മുടെ ഒരു സെലക്ഷൻ ഒരു കാരണവശാലും നമുക്ക് ആ സെലക്ഷനിലുള്ള ഒരു പോരായ്മ കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് കിട്ടുമായിരുന്നു ഇല്ലാതെ പോകരുത്. ഒരു കരിയറിൻ്റെ കാര്യമാണ്. അപ്പം എയിംസ് എടുക്കണോ, അല്ലെങ്കിൽ ജിപ്മർ എടുക്കണോ, ഓൾ ഇന്ത്യ കോട്ട വഴി എടുക്കണോ, കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് എടുക്കണോ, കർണാടക എടുക്കണോ, തമിഴ്നാട് എടുക്കണോ, ഈ ചർച്ചകൾ എല്ലാ കുടുംബത്തിലും ഉണ്ട്, എല്ലാ റാങ്കിങ്ങൾക്കും ഉണ്ട്. അല്ലാതെ ചിലരെങ്കിലും വിചാരിക്കും എൻ്റെ കുട്ടിക്കൊരു 680 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു. ഇല്ല, 680 ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോട്ടയം എടുക്കണോ, തൃശ്ശൂർ എടുക്കണോ, എറണാകുളം എടുക്കണോ, അതോ തമിഴ്നാട്ടിൽ ഇത്രയും നല്ല കോളേജ് കിടക്കുന്നു, സ്റ്റാൻലി കിട്ടും, ഏറ്റവും നല്ല കോളേജാണ്. കാരണം വിദേശ പഠനത്തിനൊക്കെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണ്. കിൽപോക്ക്, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും നല്ല സൗകര്യം ഹൈജീനിക് ആയിട്ട്, കാരണം ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെക്കാളും ഹൈജീനിക് ആയിട്ടുള്ള കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജുകൾ, ബെൽഗാം, ഹസൻ, ഷിമോഗ, ബാംഗ്ലൂർ, മൈസൂർ, അതൊക്കെ ഇതിൽ ഏതെടുക്കണം എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തികഞ്ഞ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന മാർക്കുകാർക്ക് മാത്രം എന്നുള്ളതൊന്നും ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യസമയത്ത് ഏറ്റവും ആധികാരികമായി പറഞ്ഞുകൊണ്ട് ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളികൾക്കും ഹൃദയത്തിൽ നിന്നും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.